Hello everyone, so once again welcome back to MLT Academy. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാക്ട് സെൽ വോളിയം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി നമ്മൾ ഇന്ന് ആൻറ്റികോഗുലൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും അതിൻ്റെ MCQ സെഷൻസും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ രണ്ട് വീഡിയോസും എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. സോ ഇനി നമ്മൾ സിലബസിലെ അടുത്ത പോർഷനായിട്ടുള്ള PCV അതായത് പാക്ട് സെൽ വോളിയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ PCV എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് എറിത്രോസൈറ്റ്സ് ടു ദാറ്റ് ഓഫ് ഹോൾ ബ്ലഡ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. അതായത് നമ്മുടെ ഹോൾ ബ്ലഡിൽ എത്രമാത്രം RBCs ഉണ്ട് എന്നതിൻ്റെ ഒരു റേഷ്യോ, അതിൻ്റെ ഒരു പ്രപ്പോർഷൻ, അതിനെയാണ് നമ്മൾ PCV എന്ന് പറയുന്നത്. അത് നമ്മൾ യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്. സോ എപ്പോഴും കൺഫ്യൂസിങ് ആവുന്നൊരു ഭാഗമാണ് കേട്ടോ. PCV ഏത് യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ മാറിപ്പോൾ മില്ലിഗ്രാം ആണോ, മില്ലിഗ്രാം പെർസെൻറ്റേജ് ആണോ, ഗ്രാം ആണോ. സോ അതൊന്നുമല്ല, PCV ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. ആൻഡ് PCVനെ നമുക്ക് വേറൊരു പേരിലും വിളിക്കാം. ഇറ്റ് ഈസ് കോൾഡ് എസ് ഹെമറ്റോക്രിറ്റ്. ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗ്രീക്ക് വേർഡാണ് ആൻഡ് ഇറ്റ് ഈസ് ദാറ്റ് ടു സെപ്പറേറ്റ് ദ കോമ്പണൻസ് ഓഫ് ദ ബ്ലഡ്. അതായത് ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലഡിലെ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുക. സോ PCV ചെയ്യുന്നത് വഴി നമ്മൾ ബ്ലഡിൻ്റെ കോമ്പണൻസിനെ എന്തൊക്കെയായിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? RBC, പ്ലാസ്മ ആൻഡ് ബഫിക്കോട്ട്, ഇങ്ങനെ 3 ലെയേഴ്സ് ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ PCV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് ഹോൾ ബ്ലഡിൽ എത്രമാത്രം RBCs ഉണ്ട്, എത്ര വോളിയമാണ് RBCs ഓർ എറിത്രോസൈറ്റ്സ് ഉള്ളത് എന്നതിൻ്റെ ഒരു പ്രപ്പോർഷനെയാണ് നമ്മൾ പാക്ട് സെൽ വോളിയം ഓർ ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹെമറ്റോക്രിറ്റ് ഓർ PCV നമ്മൾ 2 രീതിയിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. 2 മെത്തേഡ്സ് ആണ് അതിനുള്ളത്. ഒന്ന് മാക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡും 2 മൈക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡും. So macro hematocrit method is also called as Wintrop's method because it was discovered by a scientist named Wintrop. So the basic principle is that Wintrop's hematocrit tube എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ PCV ട്യൂബിൽ നമ്മൾ ആൻറ്റികോയാഗുലേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്തതിന് ശേഷം ചില സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ നമ്മൾ ആ ട്യൂബിനെ സെൻട്രിഫ്യൂജ് ചെയ്യുക. എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്? ഒരു സെൻട്രിഫ്യൂഗേഷൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, റേഡിയസ് ഓഫ് ദ സെൻട്രിഫ്യൂജ്. 2, ഡ്യൂറേഷൻ ഓഫ് സെൻട്രിഫ്യൂഗേഷൻ. 3, സ്പീഡ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ. സോ ഈ 3 കാര്യങ്ങളെയും ഒപ്റ്റിമൈസ് ചെയ്ത് നിർത്തുന്നതിനെയാണ് സ്റ്റാൻഡർഡൈസ്ഡ് കണ്ടീഷനിൽ സെൻട്രിഫ്യൂജ് ചെയ്യുക എന്ന് പറയുന്നത്. അതെ, എന്തൊക്കെ കണ്ടീഷൻസ് ആണെന്നുള്ളത് നമ്മൾ അതിൻ്റെ പ്രൊസീജിയറിൽ പഠിക്കും. സോ ഈ ഒരു പ്രത്യേക കണ്ടീഷനിൽ നമ്മൾ ഈ ബ്ലഡിനെ, ഈ ആൻറ്റികോയാഗുലേറ്റഡ് ബ്ലഡിനെ PCV ട്യൂബിൽ കളക്ട് ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് RBCs, ഏറ്റവും ഡെൻസർ ആയിട്ടുള്ള RBCs താഴോട്ട് സെറ്റിൽ ചെയ്യും. അതിൻ്റെ നടുവിലായിട്ട് ബഫിക്കോട്ട് എന്ന് പറയുന്ന സിമ്പിൾ ലെയർ, ഒരു ചെറിയൊരു ലെയർ ഉണ്ടാകും. ആൻഡ് ദാറ്റ് ലെയർ വിൽ ബി കമ്പോസ്ഡ് ഓഫ് വാട്ട്? പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് WBCs. പിന്നെ അതിൻ്റെ മുകളിലായിട്ടൊരു ക്ലിയർ പ്ലാസ്മ കോളം ഉണ്ടാകും. സോ ഇങ്ങനെ നമ്മൾ RBCസും അതേപോലെ പ്ലാസ്മയും കൂടെ സെറ്റിൽ ആയതിനു ശേഷം അത് നമ്മളൊരു റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യാണ്. അതായത് ടോട്ടൽ സെറ്റിൽഡ് സെൽസിൻ്റെ വോളിയം ഈസ് ടു ദ പെർസെൻറ്റേജ് ഓഫ് ഹോൾ ബ്ലഡ്. അതിനെയാണ് നമ്മൾ ആക്ച്വലി ഹെമറ്റോക്രിറ്റ് അല്ലെങ്കിൽ PCV എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു കാൽക്കുലേഷൻ വഴിയും ചെയ്യാം. അതായത് ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ്റെ ഒരു 3 ഇരട്ടി ആയിരിക്കും. അപ്പോൾ നോർമലി നമുക്ക് റുട്ടീൻ ആയിട്ടുള്ള ലാബുകളിലൊക്കെ വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ്, ദിസ് ഈസ് എൻ അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ഓൺലി. അതിന് കറക്റ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഒന്നുമില്ല. എങ്കിലും ഏകദേശം നമുക്കൊരു പറയാം ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ്റെ 3 ഇരട്ടി ആയിരിക്കും ഹെമറ്റോക്രിറ്റ് എന്നുള്ളത്. ഓക്കെ, നൗ റിക്വയർമെൻറ്റ്സ് ഓഫ് ദിസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആവശ്യമുള്ളത് PCV ട്യൂബാണ്. PCV ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻട്രോപ്സ് ഹെമറ്റോക്രിറ്റ് ട്യൂബ് എന്നാണ് അതിന് പറയുന്നത്. സോ ഇതിൻ്റെ ഡയമെൻഷൻസ്, അതായത് വിൻട്രോപ്സ് ഹെമറ്റോക്രിറ്റ് ട്യൂബിൻ്റെ ഡയമെൻഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് അതിൻ്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 11 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ആ 11 സെൻറ്റിമീറ്റേഴ്സ് ടോട്ടൽ ലെങ്ത്തിൽ 10 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റഡ് ആണ്. ആ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മുകളിൽ നിന്ന് താഴോട്ട് 0 മുതൽ 10 വരെ, അപ്പുറത്തെ ഭാഗത്ത് താഴെ നിന്ന് മുകളിലേക്ക് 0 മുതൽ 10 വരെ. സോ അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? മുകളിൽ നിന്ന് താഴോട്ടുള്ള ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലത്തെ കോളം മെഷർ ചെയ്യുന്നത്, അതായത് പ്ലാസ്മയുടെ കോളം മെഷർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ESR. സോ വിൻട്രോപ്സ് ട്യൂബ് വഴി നമുക്ക് ESRും എസ്റ്റിമേറ്റ് ചെയ്യാം. സോ ആ ഒരു വിൻട്രോപ്സ് ട്യൂബ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വിൻട്രോപ്സ് മെത്തേഡ് വഴി നമ്മൾ ESR എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സീരീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്കിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് മുകളിൽ നിന്ന് താഴോട്ടുള്ള 0 to 10 എന്ന് പറയുന്ന മാർക്കിംഗ് യൂസ് ചെയ്യുന്നത് ESR എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ്. അതേസമയം താഴെ നിന്ന് മുകളിലേക്കാണ് 0 to 10 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ PCV. സോ 2 ഭാഗത്ത് ഗ്രാജുവേഷൻ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഡയമീറ്റർ, അതായത് ഈ ഒരു ട്യൂബിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.5 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഡയമീറ്റർ. ആൻഡ് ഈ ഒരു ട്യൂബിൽ 1 ml ബ്ലഡിനെ വോളിയം താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
ആൻഡ് ഇറ്റ് ഇസ് ഗ്രാജുവേറ്റഡ് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞു. പിന്നെ നോർമൽ നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്. സോ നോർമൽ ടെസ്റ്റ് ട്യൂബിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ അത് കേർവ്ഡ് ആയിരിക്കും. പക്ഷേ PCV ട്യൂബിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബേസ് ആണ്. സോ ഫ്ലാറ്റ് ഇന്നർ ബേസ് ആണെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ലോങ് ടിപ്ഡ് പാസ്റ്റ് പിപ്പറ്റ് ആണ്. കാരണം ഇത്രയും ചെറിയൊരു ബോർ സൈസിലൂടെ നമുക്ക് ബ്ലഡിനെ ഫില്ല് ചെയ്യണമെങ്കിൽ വി റിക്വയർ ലോങ് ടിപ്ഡ് പാസ്റ്റ് പിപ്പറ്റ്. സെക്കൻഡ് വൺ ഇസ് പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ ബ്ലഡ് സാമ്പിൾ, അതായത് EDTA അല്ലെങ്കിൽ ഹെപ്പാരിൻ ഓർ വിൻട്രോപ്സ് മിക്സ്ചറിൽ ആൻറ്റിക്വാഗുലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സാമ്പിൾ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് വി റിക്വയർ ഇസ് സെൻട്രിഫ്യൂജ്. സോ സെൻട്രിഫ്യൂജിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് ഓർ ദി ഒപ്റ്റിമൽ കണ്ടീഷൻ ഓഫ് സെൻട്രിഫ്യൂഗേഷൻ ഇസ് ഓൾവേസ് റിക്വയർഡ്. സോ അതിന് 15 സെൻറ്റിമീറ്റർ റേഡിയസ്, 3000 RPM സ്പീഡ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ ആൻഡ് 30 minutes ഡ്യൂറേഷൻ. ഇതാണ് സ്റ്റാൻഡർഡൈസ്ഡ് കണ്ടീഷൻ ഫോർ packing of RBCs during centrifugation. So this is very important. Okay, now coming on to the procedure. So first of all നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡിനെ ആൻറ്റിക്വാഗുലൻ്റുമായിട്ട് അഡിക്വേറ്റ് ആയിട്ടുള്ള ആൻറ്റിക്വാഗുലൻ്റുമായിട്ട് മിക്സ് ചെയ്യുക ബ്ലഡ് കളക്ട് ചെയ്തതിന് ശേഷം. അതിനുശേഷം നമ്മൾ ലോങ് ടിപ്ഡ് പാസ്റ്റ് പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് ഈ വിൻട്രോപ്സ് ട്യൂബിനെ താഴെ നിന്ന് മുകളിലേക്ക് പതിയെ ഫില്ല് ചെയ്ത് വരിക. ഫില്ല് ചെയ്ത് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബബിൾസ് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഹീമോലൈസിസ് പ്രിവെൻറ്റ് ചെയ്യണം. ബബിൾസ് എക്സസീവായിട്ട് ബബ്ലിംഗ് ഉണ്ടെങ്കിൽ സെൽസ് ലൈസ്ഡ് ആകും. ഓക്കെ, നൗ ഫിൽ അപ് ടു 10 മാർക്ക്, മുകളിലുള്ള 10 എന്ന് പറയുന്ന മാർക്ക് വരെ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം സെൻട്രിഫ്യൂജ് ചെയ്യുക. 3000 RPM 30 minutes സെൻട്രിഫ്യൂജ് ചെയ്യുക. എന്നതിന് ശേഷം നോട്ട് ദ ലെവൽ ഓഫ് പാക്ഡ് സെൽസ്. സോ ഈ സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാക്ഡ് സെൽസിൻ്റെ ലെവൽ എത്രമാത്രമാണെന്നുള്ളത് നമ്മൾ റീഡ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഇസ് ദ PCV ഓർ ദി ഹെമറ്റോക്രിറ്റ്. നൗ ദ ഇൻ്റർപ്രിറ്റേഷൻ. സോ ഇൻ്റർപ്രിറ്റേഷൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ ഒരു പ്രത്യേക ഡ്യൂറേഷനിൽ സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞ് 30 minute സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞ് നമ്മൾ ആ ട്യൂബ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ 3 ലെയേഴ്സ് കാണാൻ പറ്റും. മുകളിലൊരു പ്ലാസ്മ കോളം, മിഡിൽ പോർഷനിലൊരു ബഫിക്കോട്ട് ആൻഡ് താഴെ ഹെമറ്റോക്രിറ്റ് ഓർ ദി PCV അല്ലെങ്കിൽ റെഡ് സെൽസിൻ്റെ ലെയർ. ഓക്കെ, സോ ആ റെഡ് സെല്ലിൻ്റെ ലെയർ എത്രമാത്രം ഉണ്ടോ അതിനെയാണ് നമ്മൾ ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ നോർമൽ വാല്യൂ ഈസ് മെയിൽസിലാണെങ്കിൽ 40 to 54%, ഫീമെയിൽസിലാണെങ്കിൽ 36 to 47%. ഇതാണ് നോർമൽ വാല്യൂ ഓഫ് PCV ഓർ ഹെമറ്റോക്രിറ്റ്. പിന്നെ മിഡിൽ പോർഷനിലുള്ള ബഫിക്കോട്ടിൽ ആക്ച്വലി എന്തൊക്കെയാണ് ഉണ്ടാവുക? WBCസും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സും ആണ് ഉണ്ടാവുക. ആൻഡ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള പോർഷനിലുള്ള പ്ലാസ്മ പ്രോട്ടീൻസ്, ഹോർമോൺസ് ആൻഡ് ന്യൂട്രിയൻസ് എവറിത്തിങ് വിൽ ബി ദെയർ. സോ ഈ പ്ലാസ്മേനെ നമുക്ക് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ബിക്കോസ് പ്ലാസ്മയുടെ കളർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കളർ നോർമലി സ്ട്രോക്ക് കളേർഡ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ചില കണ്ടീഷൻസിൽ ചില വേരിയേഷൻസ് വരുന്ന സമയത്ത് പ്ലാസ്മയുടെ കളറിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ലൈസ്ഡ് ആയിട്ടുള്ള ഒരു സാമ്പിൾ ആണെങ്കിൽ പ്ലാസ്മയുടെ കളർ ചെറിയ റെഡ് കളർ ആയിരിക്കും. അനീമിക് പേഷ്യൻസ് ആണെങ്കിൽ പെയിൽ കളർ ആയിരിക്കും. ഹീമോലൈറ്റിക് അനീമിയ ആണെങ്കിൽ റെഡ് കളർ ആയിരിക്കും. ജോണ്ടിസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നല്ല ഡീപ്പ് യെല്ലോ പ്ലാസ്മ ആയിരിക്കും കിട്ടുക. അതേ തന്നെ ലിപ്പിമിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ TG ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ മിൽക്കി ആയിട്ടുള്ള പ്ലാസ്മ കളറായിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ബഫിക്കോട്ട് ലെയറിന് ചില പ്രത്യേക പോയിന്റ്സ് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു ബഫിക്കോട്ട് ലെയർ ഇസ് കമ്പോസ്ഡ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. വൈറ്റിഷ് കളറായിട്ടുള്ള ഒരു ലെയറാണ്. സോ ഇതിൻ്റെ നോർമൽ തിക്നെസ് എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. 0.5 millimeter മുതൽ 1 millimeter വരെയാണ് നോർമൽ തിക്നെസ് ഓഫ് ബഫിക്കോട്ട് ലെയർ. ഓക്കെ, ആൻഡ് അത് എന്ന് പറയുന്നത് എത്രമാത്രം ബഫിക്കോട്ടിന് തിക്നെസ് ഉണ്ട് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആണ്? എത്രമാത്രം WBCസും പ്ലേറ്റ്ലെറ്റ്സും ആ പേഷ്യൻ്റെ സാമ്പിളിൽ ഉണ്ട് എന്നതിന് പ്രപ്പോർഷണൽ ആണ്. ആൻഡ് ബഫിക്കോട്ട് സ്മിയേഴ്സ് മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ല്യൂക്കോപീനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? WBCസിൻ്റെ കൗണ്ട് കുറവ്. WBCസിൻ്റെ കൗണ്ട് തീരെ കുറയുന്ന കണ്ടീഷനെയാണ് നമ്മൾ ല്യൂക്കോപീനിയ എന്ന് പറയുന്നത്. സോ ഒരു ഓവറോൾ നോർമലി നമ്മൾ ഡിഫറൻഷ്യൽ കൗണ്ട് ചെയ്യുന്നത് ഒരു പെരിഫറൽ ബ്ലഡ് സ്മിയറിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ DC ചെയ്യുക അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കൗണ്ട് ചെയ്യുക. പക്ഷേ ല്യൂക്കോപീനിയ ഉള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു ഏരിയയിൽ നമുക്ക് തിരഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ WBCs കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ WBCസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് DC ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഫിക്കോട്ട് സ്മിയേഴ്സ് എടുത്തിട്ട് നമ്മൾ DC ചെയ്യുന്നത്. DC എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ കൗണ്ട്. ഓക്കെ, ഡിഫറൻഷ്യൽ ല്യൂക്കോസൈറ്റ് കൗണ്ട്. പിന്നെ ഈ ഒരു ബഫിക്കോട്ടിൻ്റെ തിക്നെസ്സിൽ നിന്നും നമുക്ക് WBCയുടെ കൗണ്ട് എത്രയുണ്ട് എന്നുള്ളത് ഏകദേശം കോറിലേറ്റ് ചെയ്യാം. അതിൽ 0.1 millimeter ബഫിക്കോട്ടിൻ്റെ തിക്നെസ് ആണെങ്കിൽ ഏകദേശം 1000 WBCs per microliter ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ നല്ല ല്യൂക്കോസൈറ്റോസിസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 3000 WBCs per microliter അതിലും കൂടുതൽ WBCs ഉള്ള ഒരു സാമ്പിൾ ആണെങ്കിൽ നമുക്ക് 0.1 mm എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2000 WBCs ഉണ്ടെന്ന് കണക്കാക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദി ഹെമറ്റോക്രിറ്റ് ഇസ് ഇൻ്റർപ്രറ്റഡ്. പിന്നെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് അനീമിക് ആയിട്ടുള്ള പേഷ്യൻറ്റിൻ്റെയും അതുപോലെ പോളിസൈത്തീമിയ ഉള്ള പേഷ്യൻറ്റിൻ്റെയും
PCV ട്യൂബിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കാണാൻ പറ്റും. സോ ഹിയർ അനിമിക് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റെഡ് സെൽ കൗണ്ട് വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഹെമറ്റോക്രിറ്റിൻ്റെ ലെയർ അല്ലെങ്കിൽ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതേസമയം പ്ലാസ്മ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതേസമയം പോളിസൈത്തമിക് പേഷ്യൻറ്റ്, പോളിസൈത്തീമിയ എന്ന് പറഞ്ഞാൽ എന്താ, RBC കൗണ്ട് എക്സസ് ആയിട്ട് കൂടുന്ന കണ്ടീഷനെയാണ് പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ റെഡ് സെൽസിൻ്റെ ലെയർ ഭയങ്കര കൂടുതലും പ്ലാസ്മയുടെ ലെയർ കുറവായിരിക്കും. Then coming on to the next method, that is a micro hematocrit method. So macro hematocrit method എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള മെത്തേഡാണ്. പക്ഷേ മൈക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡ് ചുരുക്കം പേരൊക്കെ അറിയാൻ സാധ്യതയുള്ളൂ. എനിവേ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് ആഡംസ് മെത്തേഡും ഡ്രമ്മണ്ട്സ് മെത്തേഡും. സോ ഈ രണ്ട് പേര് എന്തായാലും ഓർത്ത് വെക്കണം. രണ്ട് മെത്തേഡ് മൈക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത് ആഡംസ് മെത്തേഡും ഡ്രമ്മണ്ട്സ് മെത്തേഡാണ്. സോ മൈക്രോ എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ വ്യക്തമാകും, ഇറ്റ് റിക്വയർസ് വെരി സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ്. ഒരു നോർമൽ PCV ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് വി റിക്വയർ 1 ml ഓഫ് ബ്ലഡ്. സോ ഇവിടെ കുറച്ച് ബ്ലഡിൻ്റെ ആവശ്യമേ വരുന്നേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ടെക്നിക്ക് ചെയ്ത് കഴിയും. അതേപോലെ തന്നെ പക്ഷേ ഒരു ബേസിക് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ്, അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ മെത്തേഡ് നമുക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ട്യൂബ് എന്ന് പറയുന്നത് PCV ട്യൂബ് പോലെയുള്ള ട്യൂബല്ല, വി റിക്വയർ കാപ്പിലറി ട്യൂബ്. സോ കാപ്പിലറി ട്യൂബ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. സോ കാപ്പിലറി ട്യൂബിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 cm ലോങ് ആണ്. പൊതുവേ 8 cm ഓർ 7 cm എന്ന് പറയും. ഇൻ കേസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 8 cm പകരം 7 ആണ് ഉള്ളതെങ്കിൽ you can mark 7 also. So 7 or 8 cm. Okay. And bore size എന്ന് പറയുന്നത് 1 mm. ആൻഡ് കാപ്പിലറി ട്യൂബിൻ്റെ കാര്യം നമുക്കറിയാം, അതിൻ്റെ ഗ്രാജുവേഷൻസ് ഒന്നും അതിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കാപ്പിലറി ട്യൂബിൽ നിന്ന് വഴി നമ്മൾ PCV കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക റീഡറിൽ നമുക്കതിനെ ഗ്രാജുവേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറൊരു റീഡറിൽ വെച്ചിട്ട് അതിൻ്റെ റീഡിങ് നമ്മൾ എടുക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്ന ആഡംസ് മൈക്രോ ഹെമറ്റോക്രിറ്റ് റീഡർ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡ് വഴിയുള്ള നമ്മൾ PCV ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് മെയിൽസിലാണെങ്കിൽ 0.41 മുതൽ 0.51 വരെയും ഫീമെയിൽസിലാണെങ്കിൽ 0.36 മുതൽ 0.45 വരെയാണ്. സോ യു ഹാവ് ടു നോട്ട് ദിസ് നോർമൽ വാല്യൂസ്. ബട്ട് എനിവേ ദ മെത്തേഡ് ഈസ് വെരി ആക്യുറേറ്റ്. നൗ ലെറ്റ്സ് സീ ഹൗ ദ മെത്തേഡ് ഇസ് ഡൺ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രീലി ഫ്ലോയിങ് ആയിട്ടുള്ള വീനസ് ബ്ലഡിന് നമ്മൾ മൈക്രോ ഹെമറ്റോക്രിറ്റ് ട്യൂബിൻ്റെ ഒരു 2/3 പോർഷൻ, അറ്റ്ലീസ്റ്റ് ഒരു ഓവറോൾ 7 or 8 cm ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 cm പോർഷൻ വരെ നമ്മൾ കാപ്പിലറി ട്യൂബ് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം ചെയ്യാത്തതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗം, അതായത് എംറ്റി എൻഡ്, ആ എൻഡ് നമ്മൾ പ്ലാസ്റ്റിസീൻ സീലർ വെച്ചിട്ടോ മോഡലിംഗ് ക്ലേ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് സീൽ ചെയ്യുക. സീൽ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ട്യൂബിനെ ഈ വൈറ്റ് കളറിൽ കാണുന്ന മൈക്രോ ഹെമറ്റോക്രിറ്റ് സെൻട്രിഫ്യൂജിൽ, ആ മൈക്രോ സെൻട്രിഫ്യൂജിൽ നമ്മൾ പ്ലേസ് ചെയ്യുക. അതിന് ചെറിയ ചെറിയ ഗ്രൂവ്സ് ഉണ്ട്, സ്ലിറ്റ് ആയിട്ട് കാണുന്ന ഗ്രൂവ്സ് ഉണ്ട്. ആ ഗ്രൂവ്സിനകത്ത് ഈ ഒരു കാപ്പിലറി ട്യൂബിനെ ഹോൾഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഗ്രൂവ്സ് ആണത്. സോ ഈ ഗ്രൂവ്സിലേക്ക് നമ്മൾ ഈ ട്യൂബ്സിനെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീൽ ചെയ്ത ഭാഗം സെൻട്രിഫ്യൂജിൻ്റെ സെൻട്രലല്ല വെക്കേണ്ടത്, തൊട്ടപ്പുറത്തെ എൻഡിലേക്കാണ് പ്ലേസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ലിഡ് ക്ലോസ് ചെയ്തിട്ട് 12,000 RPM 5 minutes സെൻട്രിഫ്യൂജ് ചെയ്യുക. സെൻട്രിഫ്യൂജ് ചെയ്തതിന് ശേഷം ഈ ആഡംസ് മൈക്രോ ഹെമറ്റോക്രിറ്റ് റീഡർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റീഡിങ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് ഹൗ ദ മൈക്രോ മെത്തേഡ് ഇസ് ഡൺ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഒരു ഇലക്ട്രോണിക് മെത്തേഡാണ്. അതായത് ഓട്ടോമേറ്റഡ് സെൽ കൗണ്ടേഴ്സിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് PCV കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് PCV എന്ന് പറഞ്ഞാൽ MCV ഇൻറ്റു RBC കൗണ്ടാണ്. സോ RBC കൗണ്ടും MCV ഉണ്ടെങ്കിൽ എങ്ങനെ PCV കാൽക്കുലേറ്റ് ചെയ്യാം? ജസ്റ്റ് മൾട്ടിപ്ലൈ ബോത്ത് ഓഫ് ദാറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ. സോ ഇത്രയുമാണ് നമുക്ക് PCV എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ച്, അല്ലെങ്കിൽ PCV എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന MCQ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് അത് കവർ ചെയ്യാം. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കമൻറ്റ്. താങ്ക് യു.